ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ചിക്കൻ തോരൻ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. നമ്മൾ ചിക്കൻ കിട്ടുമ്പോൾ സാധാരണ നമ്മളൊന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ അല്ലേ തയ്യാറാക്കി എടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ ചിക്കൻ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളായിട്ടല്ല, ഇതുപോലെ ചെറിയ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 10-20 അല്ലി ചെറിയ ഉള്ളി വേണം, ഒരു കുടം വെളുത്തുള്ളി വേണം, അല്ലെങ്കിൽ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി വേണം, 2 പച്ചമുളകും വേണം. ഇത് നമുക്കൊന്ന് ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കാവൂ. കാരണം ചെറിയ രീതിയിലൊന്ന് ചതഞ്ഞാൽ മാത്രം മതി, ഒരുപാട് അരച്ച് കളയരുത്. ഇങ്ങനെ ചതച്ച് തന്നെ എടുക്കുക. നമ്മൾ കൊച്ചുള്ളി തന്നെ മൊത്തം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നമുക്കിപ്പോൾ കൊച്ചുള്ളി തന്നെ എടുക്കാൻ എല്ലാവർക്കും ഇപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ട് ബാക്കി സവാളയും കൂടെ എടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒരു തവണ ഒന്ന് കറക്കിയെടുത്തോണ്ട് വരാം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ ചിക്കൻ തോരൻ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഈ സവാള വഴരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വഴരാതെ സവാളയെ പച്ചക്കായിട്ട് കിടക്കരുത്. നന്നായിട്ട് സവാള വഴറ്റിയെടുക്കുക. അടച്ചു വെച്ചൊന്ന് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും. അതൊന്ന് ചെറിയ തീയിൽ സവാളയൊന്ന് അടച്ചു വെച്ച് വേവിക്കും. ഇടയ്ക്ക് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടി സവാളയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം നമ്മളിപ്പോൾ സവാളയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ, ശകലം പോലും വെള്ളം ഒഴിക്കരുത്, ചെറിയ തീയിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കുകയേ ചെയ്യരുത്, അത് തന്നെത്താനെ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വന്നോളൂ. നമ്മുടെ ഇറച്ചിയൊക്കെ അവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് തോരനല്ലേ അപ്പോൾ ഒരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കണ്ടേ. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 4 സ്പൂൺ ഇടും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി, നമ്മൾ തന്നെ പൊടിച്ച പൊടിയാണ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട, കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ വെന്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. കണ്ടോ, ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിലായിരുന്നു അടച്ചു വെച്ച് വേവിച്ച്. നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിക്കരുത്, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും, അതിൽ തന്നെ കിടന്ന് വേണം ഇത് വെന്ത് വരാൻ. ഇനി നമ്മളിപ്പം തിരുമ്മി വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കണ്ട, ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് കിടന്ന് ആ ആവിയിൽ ഈ തേങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് ചിക്കി തോർത്തി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ചിക്കൻ തോരൻ തയ്യാറാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി വേറെ ഒരാൾക്കൂടെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.